ഹായ് മച്ചൂസ്, ആർപിസ് ഫുഡ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉമേഷ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതൽ കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർ കുറേ പേരെങ്കിലും പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് സൗണ്ട് പോരാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു പുതിയ മൈക്ക് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിപ്പോഴാണ് വന്നത്. ആ മൈക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് പിക്സലിൻ്റെ ഫുൾ ബോഡി മെറ്റൽ 4 ചാനൽ മൈക്കാണിത്. ഈ സംഭവം ഒരുവിധപ്പെട്ട എല്ലാ DSLR ക്യാമറകൾക്കും സ്മാർട്ട് ഫോണുകൾക്കും എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന ലേപ്പൽ ടൈപ്പ് മൈക്രോഫോണാണ്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാം. വീഡിയോ ചുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് എല്ലാം വലിച്ച് പൊട്ടിക്കുവാണ്. നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് ബോക്സിലൊക്കെയാണ് വന്നേക്കുന്നത്. അങ്ങനെ വലിച്ച് കീറുവാണ്, പെട്ടെന്ന് വലിച്ച് കീറുവാണ്. അടിപൊളി പാക്കറ്റൊക്കെ, ഒരു കുഞ്ഞ് ബോക്സൊക്കെയാണ്. നമുക്കിങ്ങനെ കൊണ്ട് നടക്കാം. ഇതാണ് അതിൻ്റെ സംഭവം ഇരിക്കുന്നത്. ഇത് പിക്സൽ എന്ന് പറയുന്നത് പിക്സൽ MK20, അതാണ് ഈ മോഡലിൻ്റെ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് ട്രാൻസ്മിറ്റർ ആണെന്ന് തോന്നുന്നു. ഇത് ട്രാൻസ്മിറ്റർ അല്ല, ഇത് ട്രാൻസ്മിറ്ററും ഇത് റിസീവറുമാണ്. ഇത് ബാറ്ററിയൊക്കെ ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്, നമുക്ക് ചാർജ് ചെയ്താൽ മതി. അങ്ങനത്തെ ചാർജിങ് സ്ഥലമൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫുൾ ബോഡിയും ഇതിൻ്റെ മെറ്റലാണ്. ഫുൾ ബോഡിയും മെറ്റൽ എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അത് ശരിയാണ് താൻ. ഇതിൻ്റെ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30 to 18 ഹെർട്സ് ആണ് ഇതിൻ്റെ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയുണ്ട് ഇതിനകത്ത്, എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് ട്രാൻസ്മിറ്റർ, റിസീവർ, ഈ രണ്ട് സംഭവങ്ങളുണ്ട്. ഇനി മുതൽ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ നല്ല കിടുക്കാച്ചി സൗണ്ട് ആയിരിക്കും. നമുക്കത് ഇപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിൻ്റെ ചാർജിങ് കേബിളാണ്, ബാറ്ററി ചാർജ് ചെയ്യുന്നുള്ള കേബിളാണ്. പിന്നെ വേറൊരു ബോക്സ് കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്, എന്തോ നോക്കാം. ഇത് ലേപ്പലാണ്. ഇത് കോളർ മൈക്ക് എന്നും പറയും. കോളർ മൈക്ക് ഓർ ലേപ്പൽ എന്നൊക്കെ, നമ്മുടെ അവിടെ ലേപ്പൽ എന്നൊക്കെ പറയുന്ന സംഭവമാണിത്. ഒരു കോളർ മൈക്കാണുള്ളത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ബൂട്ട് ടൈപ്പ് ഫിക്സേഷൻ സാധനമാണ്. ഫിക്സേഷൻ്റെ കിറ്റാണ് ഈ സാധനം. ഇതൊരു 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. തൽക്കാലം അത് പിടിച്ചിരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫങ്ഷനൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ കൂടെ തന്നെ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാനുവലിനകത്ത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് ഓപ്പറേഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് ചെയ്യാം. ഏതായാലും ഇതിനകത്തേക്ക് ഇത് കറക്റ്റ് കയറ്റുകയാണ് പരിപാടി. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉണ്ട്. കാര്യം സാധാരണ ഉണ്ടാകുന്നതെല്ലാം പക്ക പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളായിരിക്കും വരുന്നതൊക്കെ. ഞാൻ ഒരെണ്ണം നേരത്തെ മേടിച്ചിരുന്നത്, അത് പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല മെറ്റലാണ് സാധനം, നല്ല സ്ട്രോങ് സാധനമാണ്. നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഓൺ ബട്ടൺ ഇവിടെ, പവർ ബട്ടൺ ഇവിടെയാണ്. ഇതിനകത്ത് പവർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ട്, ഓണായിട്ടുണ്ട്. ഇത് ഓണാക്കട്ടെ. അതിനകത്തൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈഫൈ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വൈഫൈ കാണിച്ചു. സംഭവം നമുക്കിതിപ്പം എവിടെയെങ്കിലും നമുക്ക് പ്ലഗ് ചെയ്തിട്ട് ഈ സാധനം പിടിച്ച് ഫിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്മിറ്ററിനകത്ത് നമ്മൾ ഈ സംഭവം ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാം. കോളർ മൈക്രോഫോണാണ്. കോളർ മൈക്രോഫോൺ ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ ബാക്ക് പോക്കറ്റിലോ മറ്റോ വെച്ചിട്ട് നമുക്കിത് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇത്
ഇവിടെ പവർ ഓൺ സ്വിച്ച് ഉണ്ട്. അത് പവർ ഓൺ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തു. അപ്പോൾ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് റിസീവറാണ്. ഇത് റിസീവറിൽ നമ്മൾ കൊടുക്കാനുള്ള കേബിളാണ് ഈ സംഭവം. ഇത് നമുക്ക് റിസീവറിൻ്റെ അതിനകത്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ലൈൻ ഔട്ട് ഉണ്ട്. ലൈൻ ഔട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള സംഭവം. അതും പവർ ഓൺ ചെയ്യുവാണ്. ഒരു വൈഫൈയുടെ ഒരു എംബളം വന്നിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കണക്ടർ മെറ്റൽ ബക്കിളാണ്. ഈ മെറ്റൽ ബക്കിൾ നമ്മൾ ഈ ക്യാമറയ്ക്കകത്ത് നമ്മൾ വെക്കുന്ന സംഭവത്തിനകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. അത് നമുക്ക് താണ്ടി ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കത് ക്യാമറയുടെ മേളിൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നൊരു ബക്കിളാണ് സാധനം. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇത് നമുക്ക് ക്യാമറയ്ക്കകത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് അതുവഴി പറഞ്ഞു നോക്കുക. അപ്പം മൈക്കിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇരിക്കുന്ന മൈക്കിൻ്റെ ഡിഫറൻസ് അതും ഇതുമായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത് ഞാനൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൈക്ക് ലേപ്പൽ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബാക്കിൽ വയ്ക്കുന്നില്ല, കയ്യിൽ തന്നെ വെച്ചേക്കുവാണ്. അതവിടെ കണക്ട് ചെയ്തു. എല്ലാം ഓക്കെയാണ്. ഇപ്പം നമ്മുടെ സൗണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതണം. ഇതായിരുന്നു നമ്മുടെ പഴയ മൈക്ക്, മോവോ ആയിരുന്നു. ഇത് നല്ല മൈക്കാണ്. ഒരു പക്ഷേ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും അത്രത്തോളം എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളതായിരിക്കാം വിഷയം. ഒരു പക്ഷേ ഇതിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല. ഇത് അത്യാവശ്യം നല്ല മൈക്കാണെന്ന് റിവ്യൂസും എല്ലാം നല്ല മൈക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ 1-2 ഈ സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിലയും ഇതിൻ്റെ ലിങ്കും ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാനുള്ള ലിങ്കോ അല്ലെങ്കിൽ അത് എവിടെയാണെന്നോ അതിൻ്റെ എന്തെല്ലാം ഇനി ഡീറ്റെയിൽസ് വേണം എന്നുള്ളവർക്ക് വീഡിയോയുടെ താഴെ ഞാൻ ഇടുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ വളരെ ഇതായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അറിവുള്ളവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി നോക്കി എടുക്കാം. അതിന് ഞാൻ ആ ലിങ്ക് താഴെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പറയാനുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ സംഭവത്തിനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത് റിസീവറുണ്ട്, നമ്മുടെ ട്രാൻസ്മിറ്റർ ഉണ്ടായിരുന്നു, ഓഡിയോ കേബിൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു ബോക്സും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബോക്സാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.